അപ്പോൾ നമ്മൾ നൈനാമലയിലൊക്കെ പോയിട്ട് രാത്രി വൈകിയാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് രാവിലെ കുറച്ചധികം ഉറങ്ങിപ്പോയി. അപ്പോൾ ഒരു മോളൽ പോലത്തെ ഒരു സൗണ്ട് കേട്ടാണ് ഞാൻ എണീച്ചത്. എണീച്ച് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അവിടെ വെണ്ണ എടുക്കാനായിട്ട് അമ്മ വാങ്ങിയൊരു യന്ത്രമാണ് കേട്ടോ. ഒരു ഉപകരണം 1200 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ പോണ ട്രിപ്പേ അത് അവിടെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നേരത്തെയൊക്കെ അമ്മ വെണ്ണ എടുത്തുകൊണ്ടിരുന്നത് കടഞ്ഞാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇങ്ങനെയാണ് എടുക്കുന്നത്. കാരണം അവിടെ എരുമപ്പാൽ ഭയങ്കര കൊഴുപ്പാണ്. അപ്പോൾ അവരിപ്പോൾ തൈരായിട്ട് ഉപയോഗിക്കുന്നില്ല, മോരായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ മെഷീൻ വെച്ച് എടുത്ത വെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇത് 1/2 ലിറ്റർ പാല് നമ്മൾ ഒഴിച്ച് വെച്ച് തൈരാക്കിയതിൽ നിന്ന് എടുത്ത വെണ്ണയാണ്. അപ്പം ഇത് മാത്രമല്ല, ഇങ്ങനെ ദിവസം ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. ദിവസം ഇത് കണക്ക് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ശുദ്ധമായ വെണ്ണയാണിത്. നല്ല കഴിക്കുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ എനിക്കത് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം നല്ല ശുദ്ധമായ വെണ്ണ ഇത് നേരത്തെ എടുത്ത് വെച്ച ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കാം. നമുക്ക് ആവശ്യം വരുമ്പോൾ നെയ്യായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചതാണേ ഇത്. നേരത്തെ എടുത്ത് വെച്ച വെണ്ണയാണിത്. അപ്പോൾ ഇതൊരു നമ്മളെ കോൺ ഐസ്ക്രീമൊക്കെ എടുത്ത് വയ്ക്കുന്ന പോലെ ഉണ്ട്. നല്ല കാണാനും നല്ല ഭംഗിയാണ്. അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് അതെടുത്ത് നെയ്യായിട്ട് ഉരുക്കി എടുക്കാനായിട്ട് എടുത്തത്. ഇപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചായപാത്രത്തിലേക്കിട്ട് നമ്മൾ ഇത് ഉരുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വേണം ഉരുക്കാനുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് നെയ്യ് റെഡിയാവും. ഇതുപോലെ ആദ്യം ഒന്ന് പതഞ്ഞ് വരും. അതിനുശേഷം മാത്രമാണ് നെയ്യ് തെളിയുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്നാവും. ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റിന് ആ ഒരു സമയത്തിനകത്ത് തന്നെ നമുക്ക് നെയ്യ് കിട്ടും. അപ്പോൾ ഈ നെയ്യ് തെളിഞ്ഞ് വരുന്ന സമയത്ത് അപ്പം നമ്മുടെ മുരിങ്ങ ഇലയും കൂടെ കുറച്ചിട്ടാൽ നല്ല ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ മണവും നല്ലതായിരിക്കും എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചില്ല, കാരണം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായതുകൊണ്ട്. അപ്പോൾ മുരിങ്ങ ഇലയൊന്നും ഇട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ശുദ്ധമായ നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അരിക്കേണ്ട ആവശ്യമൊന്നും വേണ്ടി വന്നില്ല, കാരണം അതിനകത്ത് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറി കഴിഞ്ഞപ്പോൾ കണ്ടാൽ ഇതുപോലെ നെയ്യ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നേരത്തെ എടുത്തു വെച്ച നെയ്യാണേ ഇത്. അപ്പോൾ ഇതിനകത്ത് ഒഴിക്കാൻ പറ്റത്തില്ല. ഒഴിക്കാൻ പറ്റും, പക്ഷേ അത് അത്രയും അതിനകത്ത് കൊള്ളില്ല. അപ്പോൾ നമ്മൾ വേറെ ചെറിയൊരു ടിന്ന് എടുത്ത് അപ്പോൾ നല്ല ചൂടാറിയതിന് ശേഷം ഈ ടിന്നിലോട്ട് ഒഴിച്ച് വെച്ച് കേട്ടോ. അപ്പം നല്ല ശുദ്ധമായ നെയ്യ്, ഒരു കെമിക്കലോ ഒന്നുമില്ലാതെ നല്ല ശുദ്ധമായ നെയ്യ് റെഡിയായി. അപ്പം ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് നെയ്യ് കൊണ്ടുവരുന്നത്. ബാക്കിയുള്ളത് നേരത്തെ ഉള്ളതിൽ കൂടെ ഒഴിച്ച് വെച്ചു. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ സ്ഥിരമായിട്ട് ഇതിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് നെയ്യ് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.